എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് അഥവാ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിലും മറ്റും ഇന്ത്യൻ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ഹാരപ്പൻ നാഗരികതയിൽ നിന്നാണ്. അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങളെല്ലാം തുടങ്ങുന്നത്. ചൈനീസ്, മെസൊപ്പൊട്ടേമിയൻ നാഗരികതകൾ പോലെ പുരാതന ലോകത്തെ ഏറ്റവും വലിയ നാഗരികതകളിൽ ഒന്നായിരുന്നു സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. 5000-ഓളം വർഷം പഴക്കമുള്ള ഹാരപ്പൻ നാഗരികതയെക്കുറിച്ച് നമുക്ക് വലിയ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അതായത് എഴുതപ്പെട്ട രേഖകളൊന്നും കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഇതുവരെയായിട്ടും വായിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഹാരപ്പൻ ജനതയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അവർ ഏത് വിഭാഗം ആളുകളായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട രീതിയിൽ ലഭ്യമായിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന ഒരു DNA പഠനം ഇത്രയും പഴക്കമുള്ള ഈ നാഗരികതയിലെ ജനവിഭാഗം ആരായിരുന്നു എന്നതിനെ സംബന്ധിച്ച ചില വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും വലിയ പ്രദേശമായി കണക്കാക്കപ്പെടുന്ന രാഗി ഗാർഹി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ലഭിച്ച 5000-ഓളം വർഷം പഴക്കമുള്ള ഒരു സ്ത്രീയുടെ സ്കെൽട്ടൻ അസ്ഥി, അതിൽ നിന്ന് ലഭിച്ച DNA അടിസ്ഥാനത്തിലാണ് പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഹാരപ്പൻ നാഗരികതയുടെ ഭാഗമായിട്ടുള്ള പല പ്രദേശത്തു നിന്നും ഒരുപാട് അസ്ഥികൾ മുമ്പും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും DNA വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്രയും പഴക്കമുള്ള മറ്റ് സംസ്കാരങ്ങളിൽ നിന്നൊക്കെ DNA വളരെ എളുപ്പത്തിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇവിടെ ഹാരപ്പയുടെ കാര്യത്തിലുണ്ടായ പ്രശ്നം എന്തെന്നാൽ ഹാരപ്പ ഉൾപ്പെടുന്ന ഏഷ്യൻ പ്രദേശം വളരെ ചൂട് കൂടിയ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ DNA വളരെ എളുപ്പത്തിൽ നശിക്കുന്നു. ഇതുകൊണ്ടാണ് അസ്ഥികൾ വീണ്ടെടുത്തിട്ടും DNA കൃത്യമായി വീണ്ടെടുക്കാൻ പറ്റാതിരുന്നത്. ഭാഗ്യത്തിന് DNA പഠനങ്ങൾ കൂടുതൽ വികസിക്കുകയും അങ്ങനെ നമ്മുടെ അകം ചെവിയിലെ പെട്രസ് അസ്ഥി, ഈ അസ്ഥിയിൽ വലിയ അളവിൽ DNA ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സ്കെൽട്ടൻ നശിച്ചു പോയാലും ഈ അസ്ഥിയിൽ നിന്നും DNA വീണ്ടെടുക്കാം എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിലേക്ക് സയൻസ് എത്തുന്നത്. ഇതേ തുടർന്നാണ് ചരിത്രത്തിൽ ആദ്യമായി ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു DNA പഠനം പുറത്തു വരുന്നത്. ഹരിയാനയിലെ രാഗി ഗാർഹിയിൽ നിന്നും 60-ലേറെ അസ്ഥികൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ അതിൽ ഒരു സ്ത്രീയുടേതെന്ന് കരുതുന്ന സ്കെൽട്ടനിൽ നിന്നാണ് ഈ DNA ഫലം ഉണ്ടായിരിക്കുന്നത്. ലോകപ്രശസ്ത ജനിതക ശാസ്ത്രജ്ഞനും ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറുമായ ഡേവിഡ് റീച്ച്, പൂനെ ഡെക്കാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വസന്ത് ഷിൻഡെ, ഒപ്പം തന്നെ ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസിലെ നീരജ് റായ്, ഇവർ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഈ രാഗി ഗാർഹിയിലെ DNA ഫലവുമായി ബന്ധപ്പെട്ട പഠനം പുറത്തുവിട്ടത്. 2019 ഈ പഠനം സെൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ ജേണലിൽ പബ്ലിഷ് ചെയ്ത് വരുന്നത്. ഈ DNA പഠനത്തിൻ്റെ റിസൾട്ട് എന്താണ്? ആരായിരുന്നു ഹാരപ്പക്കാർ? ആരായിരുന്നു ആദ്യകാല ഇന്ത്യക്കാർ? നമുക്ക് നോക്കാം. ഈ രാഗി ഗാർഹി ലേഡിയുടെ DNA പ്രൊഫൈൽ എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ഇറാനിയൻസ്, പുരാതന ഇറാനിയൻസിൻ്റെയും ഒപ്പം തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഹണ്ടർ ഗാദേഴ്സ്, വേട്ടയാടി ജീവിക്കുന്ന ആളുകളുടെ, ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ഒരു മിക്സ്ചറാണ് ഈ ലേഡിയുടെ DNA പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ട് കാണുന്നത് ആൻഷ്യൻ്റ് ഇറാനിയൻസിൻ്റെ സ്വാധീനമാണ്. ഈ പഠനം വളരെ പ്രധാനപ്പെട്ട 2 നിഗമനങ്ങൾ കൂടെ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്നാമത്തെ ഒരു കാര്യം, മധ്യ ഏഷ്യയിലെ സ്റ്റെപ്പി പുൽമേടുകളിൽ നിന്നുള്ള ജനവിഭാഗത്തിൻ്റെ DNA പ്രൊഫൈലുമായി ഇതിന് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ DNA പ്രൊഫൈലിൽ ഈ സ്റ്റെപ്പി ഇടയന്മാരുടെ ഒരു സ്വാധീനവുമില്ല എന്നുള്ളതാണ്. ഈ സ്റ്റെപ്പി റീജിയനിൽ നിന്നാണ് ഇന്തോ യൂറോപ്യൻ അല്ലെങ്കിൽ ഇന്തോ ആര്യൻ എന്ന് വിളിക്കപ്പെടുന്ന ഭാഷ സംസാരിക്കുന്ന ആളുകൾ യൂറോപ്പിലും ഏഷ്യയിലും എത്തിയത്. ഹാരപ്പൻ നാഗരികത തകർന്നതിന് ശേഷമാണ് സ്റ്റെപ്പി ജീൻ ക്യാരി ചെയ്യുന്ന ആളുകൾ ഇവിടേക്ക് എത്തുന്നതെന്നാണ് ഈ പഠനം പറയുന്നത്. ഈ പഠനത്തിലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വാദം, ദക്ഷിണേഷ്യയിൽ കൃഷി ഉണ്ടായത് ഇറാനിയൻ ഫാർമേഴ്സിൻ്റെ കുടിയേറ്റത്തിന് ശേഷമാണ് അല്ലെങ്കിൽ കുടിയേറ്റത്തിൻ്റെ ഭാഗമായാണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടൊരു വാദമാണിത്. ലോകത്ത് ആദ്യമായി കൃഷി ആരംഭിക്കുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്കരയിലുള്ള ഫെർട്ടൈൽ ക്രസൻ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ്. ഇങ്ങനെയാണ് ആർക്കിയോളജിസ്റ്റുകൾ മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്തുള്ള കർഷകർ ഇന്ത്യ ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യയിലേക്ക് കുടിയേറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തും കൃഷി ആരംഭിക്കുന്നത് എന്നാണ് ഇതുവരെ വിചാരിച്ചിരുന്നത്. ഫെർട്ടൈൽ ക്രസൻ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഏകദേശം BC
10,000-ലാണ് കൃഷി ആരംഭിക്കുന്നത്. എന്നാൽ രാഗി ഗാർഹി ഡി എൻ എയുമായി ബന്ധപ്പെട്ട പഠനം പറയുന്നത് ദക്ഷിണേഷ്യയിൽ കൃഷി കൊണ്ടുവന്നത് ഈ ഫെർട്ടൈൽ ക്രസൻറ്റിൽ നിന്നുള്ള കർഷകരുടെ കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ടല്ല അവരല്ല കൊണ്ടുവന്നത്. പകരം കൃഷി ഇവിടെ ഒരുപക്ഷെ ഇൻഡിപെൻഡൻ്റായി ഡെവലപ്പ് ചെയ്തതായിരിക്കാം എന്നാണ്. ഇതിൻ്റെ തെളിവായി ഈ പഠിതാക്കൾ പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രാഗി ഗാർഹിയിലെ ലേഡിയുടെ ഡി എൻ എ പ്രൊഫൈലിൽ കൂടുതലായി കാണുന്ന ആൻഷ്യൻ്റ് ഇറാനിയൻ സ്വാധീനം. അവരാണ് ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് പറയുന്ന പ്രദേശത്തെ ആളുകളും. ആ വ്യക്തികളെന്ന് പറയുന്നത് കൃഷി കണ്ടുപിടിച്ച ഇറാനിയൻ ഫാർമേഴ്സ് അല്ല. അതിനും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ നിന്ന് സ്പ്ലിറ്റായി പോന്നിട്ടുള്ള ഒരു ഇറാനിയൻ ഇൻഫ്ലുവൻസ് ആണ് എന്നുള്ളതാണ്. ഒറ്റ സ്ത്രീയുടെ മാത്രം ഡി എൻ എ അടിസ്ഥാനപ്പെടുത്തി ഒരു വലിയ നാഗരികതയിലെ ജനങ്ങൾ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ഒരു ചോദ്യവും ഈ ശാസ്ത്രജ്ഞർ അഭിമുഖീകരിക്കുന്നുണ്ട്. അവർ ആ വിഷയം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എന്താണ് അവരുടെ പോയിൻ്റ് എന്ന് നോക്കാം. ഈ ശാസ്ത്രജ്ഞർ തന്നെ മറ്റൊരു പഠനം നടത്തുന്നുണ്ട്. ഈ ശാസ്ത്രജ്ഞർക്ക് ഇറാനിൽ നിന്നും തുർക്ക്മെനിസ്ഥാനിൽ നിന്നുമായിട്ട് ഒരു 44 അസ്ഥികൾ ലഭിക്കുകയുണ്ടായി. ഈ 44 ഡി എൻ എ പരിശോധിച്ചതിൽ ഒരു 11 ഡി എൻ എ എന്ന് പറയുന്നത് ഈ ബാക്കി ഡി എൻ എയുമായി ഒരു ബന്ധവുമില്ലാത്ത സ്കെൽട്ടൻസ് ആയിരുന്നു. ഈ 11 വ്യക്തികളുടെ ഡി എൻ എ മാച്ചാവുന്നത് നേരത്തെ നമ്മൾ രാഗി ഗാർഹിയിൽ കണ്ട ആ ലേഡിയുടെ ഡി എൻ എ പ്രൊഫൈലുമായിട്ടാണ്. ഹാരപ്പൻ ജനതയ്ക്ക് വിദൂര പ്രദേശങ്ങളുമായി ഒരുപാട് വ്യാപാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇറാൻ, തുർക്ക്മെനിസ്ഥാനൊക്കെ ഈ വ്യാപാര ബന്ധമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ 11 വ്യക്തികളിൽ പലരെയും അടക്കം ചെയ്തപ്പോൾ സിന്ധു നദിയുടെ സംസ്കാരത്തിൽ നിന്ന് ഇന്ന് ആർക്കിയോളജിസ്റ്റുകൾ തെളിയിച്ചിട്ടുള്ള പല വസ്തുക്കൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ 11 പേരുടെയും ഡി എൻ എ എന്ന് പറയുന്നത് ഇൻഡസിലെ രാഗി ഗാർഹിയിൽ നിന്ന് കിട്ടിയ ലേഡിയുടെ ഡി എൻ എയുമായി ഒത്തുപോകുന്നു. രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ പ്രദേശത്തുള്ള വ്യക്തികളാണ് എന്നാണ്. ഹാരപ്പൻ നാഗരികതയിലെ ഈ ഡി എൻ എ ആണ് ഇന്നത്തെ ഇന്ത്യയിലെ മിക്കവരുടെയും ജനിതക അടിസ്ഥാനം എന്നാണ് ഈ പഠനം കൺക്ലൂഡ് ചെയ്യുന്നത്. ഈ അടിസ്ഥാന ഹാരപ്പൻ ജീനുള്ള മനുഷ്യരും ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയ്ക്ക് ശേഷം ഇവിടെ കാണപ്പെട്ടിട്ടുള്ള സ്റ്റെപ്പി പ്രദേശത്തു നിന്നുള്ള ഇടയന്മാരുടെ ജീനുള്ള മനുഷ്യരും ഇവർ തമ്മിലുള്ള ഇൻ്റർ ബ്രീഡിങ്ങിലൂടെയാണ് ആൻഷ്യൻ്റ് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാകുന്നത്. മറ്റൊരു വിഭാഗമാണ് ആൻഷ്യൻ്റ് സൗത്ത് ഇന്ത്യൻസ്. ഈ പഠനത്തിൽ നിന്ന് നമുക്ക് 3 കൺക്ലൂഷനിലേക്കാണ് എത്താൻ സാധിക്കുക. ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് പൊതുവെ ഇന്ത്യക്കാരുടെ ജനിതക ഘടന എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആൻസസ്ട്രി നോക്കുകയാണെങ്കിൽ നമ്മളെത്തുക ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സിന്ധു നദീതട സംസ്കാരത്തിലെ ഒരു ആളുകളുടെ ഡി എൻ എ പ്രൊഫൈലിലേക്കാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ത്യയിൽ ഇന്തോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്നവർ വരുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനെ തുടർന്നിട്ടാണെന്നുള്ളതാണ് മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ദക്ഷിണേഷ്യയിൽ കൃഷി ആരംഭിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, സ്വതന്ത്രമായിട്ടാണ് എന്നുള്ളതാണ്. അല്ലാതെ ഇറാനിയൻ ഫാർമേഴ്സിൻ്റെ കുടിയേറ്റത്തിന് ശേഷമാണ് എന്നുള്ളതല്ല. ആശയങ്ങൾ കൈമാറിയിട്ടുണ്ടാവാം, വ്യക്തികൾ കുടിയേറിയതിന് ശേഷം ഇവിടെ കൃഷി തുടർന്നു എന്നുള്ളത് ശരിയല്ല എന്നുള്ളതാണ്. ഈ 3 പോയിൻ്റുകളാണ് ഈ പഠനത്തിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്.